ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോട്ടിൽ പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ഒന്നും ചെയ്ത് ശീലമില്ലാത്തവർക്കും വരച്ചെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആക്രിലിക് കളേഴ്സ് ആണ് പെയിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആക്രിലിക് കളേഴ്സ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പെയിന്റിങ്ങിന് ആവശ്യമായ കുറച്ച് ബ്രഷസ് എടുക്കാം. ഇനി നമുക്ക് തുടങ്ങാം. ഇതൊരു ഓൾഡ് പ്ലാസ്റ്റിക് പെയിന്റ് ബോട്ടിൽ എന്തോ ആണ്. വെറുതെ വേസ്റ്റ് ആയി കിടന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാൻ അതിലൊന്ന് പെയിന്റ് ചെയ്ത് നോക്കുകയാണ്. ഈ ബോട്ടിൽ പകുതി കട്ട് ചെയ്തു. എന്നിട്ട് ഒരു കോട്ടിങ് സ്പ്രേ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷ് സ്പ്രേ പെയിന്റ് ആണ് യൂസ് ചെയ്തത്. വലിയ നീറ്റായിട്ടൊന്നും സ്പ്രേ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കോട്ടിങ് ചെയ്തിട്ടേ ഉള്ളൂ. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഞാനിപ്പം ഈ ഒരു ബോട്ടിലേക്ക് ഡിസൈൻ വരച്ചെടുക്കുന്നത്. ട്രേസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ബോട്ടിലിൽ വരച്ചു കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു ഡിസൈനാണ് ചൂസ് ചെയ്തത്. എപ്പോഴെങ്കിലും വരച്ചു നോക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഡിസൈനാണിത്. കാരണം പലപ്പോഴും ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് നോക്കുന്ന കൂട്ടത്തിൽ എപ്പോഴോ കണ്ട ഒരു ഡിസൈനാണിത്. ഇങ്ങനെ വീടിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ അതിൽ കാണാറുണ്ട്. എന്തായാലും ചെടി വളർത്താൻ യൂസ് ചെയ്യുന്ന ഒരു ബോട്ടിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഈ ഡിസൈൻ തന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിൾ ആണ്, ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. വരച്ചു കഴിഞ്ഞു. ഇനി പെയിന്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ ലൈറ്റ് കളറാണ് ആദ്യം ചൂസ് ചെയ്തത്. ഈ ബ്ലാക്ക് സ്പ്രേ പെയിന്റിന്റെ മുകളിലൂടെ ആദ്യം ഡിസൈൻ വരച്ചു കൊടുത്ത ഭാഗം ഒഴികെ ഈ കളർ കൊണ്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്ലൂ കളറാണ് ചൂസ് ചെയ്തത്. ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് സ്കൈ എഫക്റ്റിന് വേണ്ടി. ചില സ്ഥലത്ത് നേരത്തെ വരച്ച പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ മുകളിലൂടെയൊക്കെ പെയിന്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അടുത്ത പെയിന്റിങ്ങിലൂടെ ശരിയാക്കിയെടുക്കാം. ഇത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് അടുത്തത് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി മേഘത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ആക്രിലിക് കളറാണ് എടുക്കുന്നത്. ചെറുതായി ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. ഈ വരച്ചു കഴിഞ്ഞ സ്ഥലത്ത് വൈറ്റ് കളർ യൂസ് ചെയ്ത് തന്നെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്താണ് ഇപ്പോൾ ഈ വൈറ്റ് കളർ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 3 സ്ഥലത്താണ് മേഘത്തിൻ്റെ എഫക്റ്റ് കൊണ്ടുവന്നത്. ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളിപ്പം ഈ പെയിന്റിംഗ് ചെയ്യുന്നത്. ഇനി ബാക്കി വരച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ പെയിന്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ യെല്ലോ കളറാണ് എടുത്തത്.
ഈ ആദ്യം അടിച്ചത് നന്നായി ഡ്രൈ ആയ ശേഷം അടുത്ത കോട്ടിംഗ് ചെയ്യാം. ആദ്യം പെയിന്റ് ചെയ്തത് നന്നായി ഉണങ്ങിയ ശേഷം അതിൻ്റെ മുകളിൽ തന്നെ രണ്ടാമതും അതേ സെയിം കളേഴ്സ് യൂസ് ചെയ്ത് തന്നെ ഒരു കോട്ടിങ്ങും കൂടി ചെയ്തു. ഇനി ബാക്കിയുള്ള ഡിസൈനൊക്കെ ഇതുപോലെ വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ പെയിന്റിംഗ് കംപ്ലീറ്റ് ആയി. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കയറാണ് ഈ ബോട്ടിലിൻ്റെ ഹാങ്ങിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത്. ഇതിങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തു. ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റും ഒക്കെ ഇതിൽ നമുക്ക് വളർത്തിയെടുക്കാം.